അവിടുന്ന് ജിന്നുകൾ മുസ്ലിമായി. അവർ പിന്നെ അവരെ സമുദായത്തിലേക്ക് ചെന്ന് കുറേ ആളുകളെ ഇസ്ലാമിലേക്ക് എന്ത് ചെയ്തു, കൊണ്ടുവരാൻ വേണ്ടി ക്ഷണിച്ചിട്ട് ആ ജിന്നുകളൊക്കെ കൂടെ എവിടേക്ക് വന്നു? 300 ജിന്നുകൾ. എത്ര? 300 ജിന്നുകൾ ഇങ്ങോട്ട് വന്നു ഇവിടേക്ക്, ഈ സ്ഥലത്തേക്ക്. ഇവിടേക്ക് ഹജൂൻ എന്നാണ് പറയുക ഈ പ്രദേശത്തിന്. എന്താണ് ഹജൂൻ? ഹജൂൻ പ്രദേശത്ത് 300 ജിന്നുകൾ വന്ന് നിന്നിട്ട് നബിന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. ഒരാൾ ചെന്നിട്ട് ഞങ്ങളിവിടെ റെഡിയാണ്, പിന്നെ എന്ത് ചെയ്യണം, ഞങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു രാത്രിയിൽ വരാന്ന്. ആരോട്? ജിന്നുകളോട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ ജിന്നുകളുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ സഹാബിയോട് ചോദിച്ചു, ഞാൻ ജിന്നുകളോട് സംസാരിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ആരെങ്കിലും പോരണോ? അപ്പോൾ ആർക്കും ജിന്നുകളോട് സംസാരിക്കാൻ എന്തില്ല, ധൈര്യമില്ല. ഒരാൾ മാത്രമേ റെഡി ആയുള്ളൂ. അതാരാണ്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഞാൻ റെഡിയാണ് പറഞ്ഞു. വലിയ ധൈര്യമുള്ള ആളായിരുന്നു ഇബ്നു മസ്ഊദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ വലിയ രണ്ടാളും ഇങ്ങനെ വന്നപ്പോൾ ഒരു വര ഇങ്ങനെ വരച്ചു. ഒരു വര വരച്ചിട്ട് ആ വരയുടെ ഉള്ളിൽ നിൽക്കാൻ പറഞ്ഞു. ആരോട്? ഇബ്നു മസ്ഊദിനോട്. ആ വരയുടെ അപ്പുറം പോകരുത്, ഈ വരയുടെ അപ്പുറം പോയാൽ പിന്നെ നമ്മൾ തമ്മിൽ കാണൂല, പിന്നെ ഖിയാമത്ത് നാളിലേ കാണുള്ളൂ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകളുടെ അടുത്തേക്ക് പോയി. വരയ്ക്കുക, വരയുടെ ഉള്ളിൽ എന്തോ ഒരു സിറ്, അതൊക്കെ ഉസ്താമാരെന്താ ഒരു തകിട് വരയ്ക്കുക, അതിൻ്റെ ഉള്ളിൽ ഒരു റാ എഴുതുക, ബ്രാ എഴുതുക, യാ എഴുതുക, എന്താ നമുക്ക് അറിയില്ലല്ലോ. ഒക്കെ ചില രഹസ്യങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊരു നാടൻ ശൈത്താണ്ടായിരുന്നു, ഒടിയൻ. കേട്ടുകൂടാ? ഒടിയൻ ഒതുക്കി അങ്ങനെ റൗണ്ടായിട്ടൊരു വര വരച്ചിട്ട് പിന്നെ ഒരു കത്തി കൊണ്ട് അതിൻ്റെ നടുക്കൊരു കുത്തു കൊടുത്തിട്ടൊക്കെ ഒടിയൻ ഒതുക്കിയെന്നൊരു കഥ പഴയ കാരണന്മാരോട് ചോദിച്ചാൽ പറഞ്ഞുതരും. എന്ന മാതിരി ജിന്നുകളെ ഒതുക്കാൻ വേണ്ടി റസൂലുള്ള ഒരു വര വരച്ചതിൻ്റെ ഉള്ളിൽ നിർത്തി. അതിനുശേഷം റസൂലുള്ള പോയി. ഭയങ്കര ബഹളം കേൾക്കുന്നു. ഒരുപാട് എന്തൊക്കെയോ സമയം ഇങ്ങനെ അവിടുന്ന് ബഹളം ഒച്ചപ്പാട് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കാണുന്നില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പേടിച്ചു. നേരം പുലരുമ്പോൾ റസൂലുള്ള കടന്നു വരുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ, ഞാൻ ആകെ പേടിച്ചു പോയി, എന്താണ് സംഭവിച്ചത്? റസൂലുള്ള പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജിന്നുകളാണ്, 300 ജിന്നുകൾ വന്നിട്ടുണ്ട്, അവർ മുസ്ലിമാകാൻ വന്നതാണ്. مسجد الجن سمي بهذا الاسم لأنه الموضع الذي اجتمع فيه النبي محمد عليه الصلاة والسلام بالجن ليلا، وبترابه موضع الخط الذي اختطه الرسول لابن مسعود. وفي إحدى لياليه استمع نفر من الجن إلى النبي عليه الصلاة والسلام وهو يتلو القرآن ونزلت سورة الجن. കൂട്ടത്തിൽ അവരുടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്, അതിന്റെ പരിഹാരം പറഞ്ഞു കൊടുക്കുന്നു. അതാണ് ആ ബഹളം കേട്ടത്. വേറൊരു ബഹളം കേട്ടത്, ഞാൻ അവരോട് സലാം പറഞ്ഞപ്പോൾ ഒരു സലാം അടക്കിയതാണ്. മറ്റൊരു പ്രശ്നം ഉണ്ടായത്, അവർക്ക് പറഞ്ഞു ഭക്ഷണം വേണം. ആർക്ക്? ഭക്ഷണം വേണമെന്ന്. മുസ്ലിം ആവുന്ന പേര് എന്തും ചെയ്യാം, മുസ്ലിമായ പിന്നെ പറ്റുമോ? മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയമമുണ്ട്, ഇന്നത് തിന്നാവൂന്ന് നിയമമുണ്ട്, ഇന്നത് ധരിക്കാവൂ, ഇന്ന കോലത്തിലേ നടക്കാവൂ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഭക്ഷണം നിർണ്ണയിച്ചു കൊടുത്തു. എന്താണ് ഭക്ഷണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് അറുത്ത ജീവികൾ, ആ ജീവികളുടെ എല്ലിൽ നിന്ന് ആർക്ക് ഭക്ഷണം കിട്ടും? ജിന്നുകൾക്ക് ഭക്ഷണം കിട്ടും. അതാണ് അവർക്ക് ഭക്ഷണമായിട്ട് നിയമിച്ചു കൊടുത്തത്. ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും, മാളത്തിൽ മൂത്രയിക്കാൻ പാടില്ല, എല്ലിൽ മൂത്രയിക്കാൻ പാടില്ല എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? കാരണം അത് ജിന്നുകളുടെ ഫുഡാണ്, അതുകൊണ്ടാണ്. അതൊക്കെ നിശ്ചയിച്ചു കൊടുത്തു. അതൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞു. അങ്ങനെ ആ ജിന്നുകളൊക്കെ എന്ത് ചെയ്തു? മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈപിടിച്ച് അവര് ബയ്യത്ത് ചെയ്ത് അവരൊക്കെ മുസ്ലിമായി. ആ മുസ്ലിമായ സ്ഥലത്തുള്ള പള്ളിയാണ് ജിന്നത, മസ്ജിദുൽ ജിന്ന. കാണുന്ന ടൈലിട്ട ഈ വരിയിൽ അങ്ങേ തലക്ക് കാണുന്ന അത് പള്ളിയാണ്. അതാണ് ജിന്ന് പള്ളി. അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കാണാം. ഇൻഷാ അല്ലാഹ് ഞങ്ങളത് കണ്ട് അവിടുന്ന് സിയാറത്ത് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഇവിടെ സിയാറത്ത് ചെയ്ത് അങ്ങോട്ട് വരാം. ഓക്കെ, എന്നാ പിരിയല്ലേ? മതി.